തുറന്നാലോ? പോരെ. പെട്ടി പൊട്ടിച്ചേ ഉള്ളൂ, ഒരാള് എത്തിനോട്ടാണ് കേട്ടോ. കണ്ടോ? ഇത് ഞാൻ അവിടുന്ന് മേടിച്ചതല്ല, ഇവിടുന്ന് കൊണ്ടുപോയതാ. എന്റെ ബാഗിലോ അല്ലെങ്കിൽ എന്റെ പെട്ടിയിലോ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. ഒറിജിനൽ തെറ്റിദ്ധരിക്കരുത്. കാണുന്നുണ്ടോ? ഹേ, ഓരോരോ ലീലാവിലാസങ്ങള് അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്കുക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല. എനിക്കിത് പാകാണച്ചാ. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? ഹലോ ഗൈസ്, വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. കാലത്ത് മുതൽ എന്നെ വിളിച്ചിട്ട് പെട്ടി തുറക്കും എന്നുള്ള ഇൻസ്ട്രക്ഷൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് അൽ അറബി ആയിട്ടാണ്, അൽ ലക്ഷ്മി നക്ഷത്ര അൽ ഷേഖ് അബ്ദുള്ള ആയിട്ട് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുഞ്ഞു പെട്ടി അൺബോക്സിംഗ് വീഡിയോ. പിന്നെ അതിനു മുമ്പ് ഇതെന്താ വീട്ടിൽ അമ്മായി ആയിട്ട് മാക്സ് ഇട്ട് നിൽക്കണേ, നൈറ്റ് ഇട്ട് നിൽക്കണേന്ന് ചോദിക്കരുത്. ഇത് പുതിയ ഫാഷനാണ്, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കണം. ദിസ് ഇസ് കോൾഡ് കഫ്താൻ. കണ്ടോ, നൈസ് അല്ലേ കഫ്താൻ? അപ്പോൾ കഫ്താനൊക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഞാൻ ബാർഗെയിൻ ചെയ്ത് വെറും 10 ദിറംസിന്, അതായത് 220 രൂപയുടെ അടുത്ത് വരുള്ളൂ. ദുബായിൽ നിന്ന് ഒരു ഷേക്കിൻ്റെ അടുത്ത് ഞാൻ ബാർഗെയിൻ ചെയ്ത് മേടിച്ചതാണ്. എങ്ങനെയുണ്ട്? അപ്പം എന്താ ബാക്കി വിശേഷങ്ങൾ അകത്ത് പോയിട്ടാവാം. വരും. എന്ത് പറയാനാ, നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാരാവുമല്ലോ. അല്ലൊക്കെ പോയി വെറും ലക്ഷ്മി നക്ഷത്രയെ ഗ്ലാസ്സൊക്കെ ഊരി. ഓക്കെ, അപ്പോൾ ഇത്തവണ മറ്റേത് നമ്മളെപ്പോഴും ഹ്യൂജ് പെട്ടിയൊക്കെ അല്ലേ കാണിക്കാറില്ലേ. അപ്പോൾ ഇത്തവണ ഞാനത് ചെയ്യണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷെ കുറേ പേര് കമൻറ്റ് ചെയ്തു കേട്ടോ. അതായത് നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇട്ടപ്പോൾ ചേച്ചി എന്തൊക്കെ മേടിച്ചു കാണിച്ചു തരണം എന്നൊക്കെ. അപ്പോൾ ഈ തോട്ട് ചെയ്യാം എന്നുള്ളത്. എന്താ പറയുക, ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് കുട്ടി സാധനങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ടത് മേടിച്ചു, അത്രേ ഉള്ളൂ. അപ്പം എന്താ തുറന്നാലോ? പോരെ. ഈ പെട്ടിയുടെ കഥ പറയാം. ഇത് ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ അന്ന് മേടിച്ച പെട്ടിയാണ്. എന്താ പറയുക, ഈ പെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അതുകൊണ്ട് മേടിച്ചതാണ്. സാധാരണ എൻ്റെ കയ്യിൽ വളരെ ഡൾ കളേഴ്സ് ആയിട്ടുള്ള ഫ്ലൂറസെൻറ്റ് പച്ച, ഫ്ലൂറസെൻറ്റ് പിങ്ക്, ഇങ്ങനത്തെ കളേഴ്സൊക്കെ അല്ലേ. അപ്പോൾ ഐ തോട്ട് ലൈക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ഇത് തുറക്കാം അല്ലേ നമുക്ക്? യെസ്. അപ്പോൾ ദിസ് ഇസ് മൈ പെട്ടി. കണ്ടോ, ഇതാണ് പെട്ടി കേട്ടോ. അപ്പോൾ ഈ പെട്ടി നമ്മളൊരു സ്വർണ്ണത്താക്കോലിട്ട് പൂട്ടെന്ന് പറയണ പോലെ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ലേ. കാരണം ഇതിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോണ ആളുടെ കഷ്ടപ്പാടാ. അങ്ങനത്തെ സാധനങ്ങൾ അതിലുള്ളത്. ഇതാ തുറന്നല്ലോ നമുക്ക്. കബോൺ. ടാടാ 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 ടാടാ. ബാക്കിൽ ഒരാളെ കൂടെ ഉണ്ട്. എന്താ? പെട്ടി പൊട്ടിച്ചേ ഉള്ളൂ, ലൈക്ക് പൊട്ടിക്ക് ഇൻ ദ സെൻസ് ഓപ്പൺ ചെയ്തപ്പോഴേക്കും ഒരാള് എത്തിനോട്ടാണ് കേട്ടോ. ഈ സൈഡ് ഇത് മണത്തറിയാന്ന് നമ്മൾ പറയണ പോലെ കണ്ണുകൊണ്ട് ഇവർക്ക് അത്ര വരെ സെൻസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഈ സൈഡ് മൊത്തം അവർക്കുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ പാപ്പുമണി വന്നിട്ട് എനിച്ചുള്ളതാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എന്നെ ഭയങ്കര പേടിയപ്പോ, പണ്ടത്തെ പോലെ അല്ല, പിന്നെ നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ ഇതൊക്കെ അറിയണൊക്കെ ഉണ്ടോ? ഈ സൈഡ് നമുക്കിപ്പോൾ തുറക്കുക വേണ്ട, ഓൺലി ആക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. നമുക്ക് അത് വഴിയേ വരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഫസ്റ്റ് തിങ്, കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ലൈക്ക് ഫെൻഡിയുടെ ഒരു ബാഗ് മേടിക്കണം എന്നുള്ളത്. സോ ഒരു വാനിറ്റി ഞാൻ മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഫെൻഡി എനിക്ക് ബ്ലാക്ക് ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ മേടിച്ചതാ. ആൻഡ് ദിസ് ഇസ് നൈസ്, ഒരു ബ്ലാക്ക് ഗോൾഡൻ കോമ്പിനേഷൻ. ഞാൻ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ വെയർ ചെയ്യുമ്പോൾ ഇത് ഞാൻ പെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ആൻഡ് അടുത്തത് ഞാനൊരു 3 കളർ ലൈക്ക് സിൽവർ ഫോക്സിൻ്റെ ലൈക്ക് ക്യാപ്പ് മേടിച്ചു കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിവിൻ പോളി, പിന്നെ ലക്ഷ്മി നക്ഷത്ര, അങ്ങനെയുള്ള കുറച്ച് പേരുടെ 2 and 3 ഒറിജിനൽ തെറ്റിദ്ധരിക്കരുത്. 3 എണ്ണമൊക്കെ മേടിച്ചപ്പോൾ നിനക്കിത് വെക്കാനുള്ള പ്രായമായിട്ടില്ല കുട്ടി.
അപ്പോൾ ഞാൻ ലൈക്ക് എനിക്ക് എപ്പോഴും അറിയാലോ ലൈറ്റ് കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള കളേഴ്സൊക്കെ സെലക്ട് ചെയ്യണത്. ഇത് 3 മേടിച്ചിട്ടുണ്ട് കേട്ടോ. സോ വൈറ്റും ബ്ലാക്ക് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കുറച്ച് ലൈക്ക് എന്താ പറയുക അൺയൂഷ്വൽ ആയിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓറഞ്ച് ഒക്കെ മേടിച്ചിട്ടുള്ളത്. അടുത്തത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാ കേട്ടോ. എന്തൊരു ഭംഗിയാ നോക്കൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, കാരണം ഞാനിത് ആക്ച്വലി ഈ ഭംഗി കണ്ടിട്ട് മേടിച്ചതാ. ഈ ഒരു ഡയലും കണ്ടോ, അതിൽ ആ ഒരു സ്റ്റോണും ആൻഡ് ഇങ്ങനെ 3 ബ്രേസ്ലെറ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ വരണേ. ഇത് സ്റ്റൈൽ ചെയ്ത് പ്ലെയിൻ എലമെൻറ്റിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പം അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഈ ഒരു വാച്ച്. അപ്പോൾ ഇത് അടുത്തത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഇപ്പം നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോവാൻ വേണ്ട അല്ലേ, എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് കളേഴ്സിനോട് ഇഷ്ടമുള്ള ഞാൻ വളരെ ലൈറ്റ് കളർ. ഇത് നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല, ഞാനത് കാലും വിട്ട് കാണിച്ചു തരാം കേട്ടോ. കാലും വിട്ടാൽ എങ്ങനെ ഇരിക്കുന്നുള്ളത് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. ഹലോ, ദിസ് ഇസ് നോട്ട് യുവർ ടോയ് ഗായ്സ്. എന്നെ പോലുള്ള ആൾക്കാർക്ക് ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അധികം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എന്താ ചെയ്യാം SP എന്ന് പറഞ്ഞാൽ ഇതിനങ്ങപ്പുറം ഇതാക്കണ്ടോ. ഇങ്ങനെ കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ്റെ കൂടെയൊക്കെ ഇങ്ങനത്തെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ അത് കട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. സോ ഇടാനും ഭയങ്കര സുഖം. അപ്പോൾ ഇത് ഒന്ന് തീർന്നിട്ടില്ല, ഇനി ഇഷ്ടം പോലെ ഉണ്ട്, കാണിച്ചു തരാം. ഇപ്പം ഇത് കേട്ടോ. ഇനി അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച ഒരു ജാക്കറ്റാണ് കേട്ടോ കാണിച്ചു തരാൻ പോണേ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരു പ്രത്യേകതയും തോന്നില്ല, പക്ഷേ അവിടെയല്ല, ഇവിടെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. കണ്ടോ, എപ്പടി സൂപ്പർ അല്ലേ? എൻ്റെ കൈ മാറ്റണോ? ഈ കൈ മാറ്റണോ? ഇങ്ങനെ വരും കണ്ടോ. ഇത് ഇട്ട് കഴിഞ്ഞ ലുക്ക് ഞാൻ എണീറ്റ് നിന്ന് ഇട്ട് കാണിച്ചു തരണോ? വേണ്ട അല്ലേ? കാണുന്നുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള് അവനവന് ചേരുന്നൊന്ന് തയ്പ്പിക്കുക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല. എനിക്കിത് പാകാണച്ചാ. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? ഞാൻ പിന്നെ പെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴേ ഇട്ട് ഇതിൻ്റെ ഈ സ്റ്റൈല് കാണേണ്ട ആവശ്യമില്ലല്ലോ, പക്ഷെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു വെമ്പൽ കൊണ്ട് മാത്രമാണ് ഞാനിത് ഇങ്ങനെ ഇട്ട് കാണിച്ചു തന്നെ. സോ ഇതാണ് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടത്. ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ സൂൺ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വേറെ ഞാൻ ഇനി എന്താ കാണിക്കുക? യെസ്, ഇനി ഞാൻ അടുത്തൊരു ഡ്രസ്സ് കാണിച്ചു തരേ. ഡ്രസ്സ് കാണിക്കണതിന് മുമ്പ് സമയം എന്തായി? ഓക്കേ, ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ചതല്ല, ഇവിടുന്ന് കൊണ്ടുപോയതാണ്. ഇപ്പം എന്നും എൻ്റെ ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ എൻ്റെ ബാഗിലോ അല്ലെങ്കിൽ എൻ്റെ പെട്ടിയിലോ എപ്പോഴും ഉണ്ടാവുന്നൊരു സംഗതിയാണ്. ഇനി ഇത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ആക്ച്വലി ഇതൊരു ടോപ്പ് സീക്രട്ട് ആണ്. എനിക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഒളിപ്പിച്ച് വെക്കായിരുന്നു കേട്ടോ. അയ്യോ, എൻ്റെ സീക്രട്ട് നിങ്ങളും കൂടെ അറിഞ്ഞോ എന്ന് വിചാരിച്ചിട്ട്. ബട്ട് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. അതായത് ഇത്തവണയും കൂടെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജസ് വന്നിരുന്നു. ഞാൻ വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക്, ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചേച്ചിയുടെ ലൈക്ക് സ്കിൻ കോംപ്ലക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചിയുടെ ഈ ഡാർക്ക് സർക്കിൾസ്, എനിക്ക് ഇരട്ടി ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്ന ഒരാളാണ്, അത് കുറഞ്ഞിട്ടുണ്ടല്ലോ. മൊത്തത്തിൽ ഫേസിൽ എന്തൊക്കെയോ ഒരു ഗ്ലോയും എന്തൊക്കെയോ വന്നിട്ടുണ്ടല്ലോ, എന്താ ചേച്ചി ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പം കഴിഞ്ഞൊരു 1 month ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ലൈക്ക് ഓസിവയുടെ ഗ്ലൂട്ടാഫിസി എന്നാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്. ട്രസ്റ്റ് മീ, ഭയങ്കരമായിട്ട് ലൈക്ക് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ത്രൂ ഔട്ട് നാട്ടിൽ നിന്ന് പോയപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയത്, തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവന്നതും. ആക്ച്വലി ലൈക്ക് മെയിൻ എൻ്റെ ഒരു സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കിന്നിൽ നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനും ഒക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഡാർക്ക് സർക്കിൾസും അത്യാവശ്യം എൻ്റെ സ്കിന്നിൽ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വിസിബിൾ റിസൾട്ട് എനിക്ക് തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്ക് ഒരു പരിധി വരെയൊക്കെ ലൈക്ക് സ്കിന്നൊക്കെ ഒന്ന് ഈവൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടാനൊക്കെ നമ്മളിപ്പോൾ പുറത്തൊക്കെ ഔട്ട്ഡോറൊക്കെ ഷൂട്ടൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ടാനൊക്കെ അടിക്കും. അപ്പോൾ ഈ UV പ്രൊട്ടക്ഷനൊക്കെ ലൈക്ക് നമുക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ്. പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ് ഇതെല്ലാം മാറ്റിയിട്ട് സ്കിന്നെ അത്യാവശ്യം നല്ലൊരു കോംപ്ലക്ഷനിലേക്കും ഒരു ഗ്ലോയി ഫിനിഷും അതുപോലെ തന്നെ ഈവൺ ആക്കാനും സ്കിൻ ടോൺ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് അതായത് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ശരിക്കും ഒരു ബയോ ആക്റ്റീവ് ഗ്ലൂട്ടയാണ്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു 5-in-1 ഒരു ഫോമുലയാണ്, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓസിവയുടെ ഈ ഗ്ലൂട്ടാഫിസിൽ മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ L-ഗ്ലൂട്ടഥൈൻ, അതുപോലെ തന്നെ കൊളാജിൻ ബിൽഡർ ബ്ലെൻഡ്, അതുപോലെ തന്നെ ലൈക്കോപ്പീൻ, പിന്നെ എസ്റ്റാക്സാന്റിൻ, അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ്, ഇതെല്ലാം ഇതിലുണ്ട് കേട്ടോ.
സാധാരണ മെജോറിറ്റി ആൾക്കാർക്കുള്ള ഒരു കൺസേൺ ആണ് ഗ്ലൂട്ടാത്തയോൺ. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടി അല്ലേ. അപ്പം എന്താ പറയുക, ഇപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരുവിധം എല്ലാവരും ഇപ്പോൾ ഗ്ലൂട്ടാത്തയോണൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇപ്പം സൈഡ് എഫക്ട്സിനെ പറ്റി കൺസേൺ ഉള്ളവരോട് പറയാനുള്ളത്, ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ക്യാപ്സ്യൂൾ വേർഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ആൻഡ് എന്താ പറയുക, ഇത് കഴിക്കുമ്പോൾ ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം ഏറ്റവും വലിയ ലൈക്ക് പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ, നമ്മൾ വൈറ്റമിൻ സി ഇൻടേക്സ് എടുക്കില്ലേ, ഈ വൈറ്റമിൻ സിയുടെ 6000 ടൈംസ്, അതായത് പവർഫുൾ ആൻഡ് എഫക്റ്റീവ് ആണ് ശരിക്കും ഈ ഒരു ക്യാപ്സ്യൂൾ എടുക്കുന്നത്. ഇത് ശരിക്കും ക്യാപ്സ്യൂൾ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എടുക്കണം. എനിക്ക് ലൈക്ക് പൗഡർ വേർഷൻ അങ്ങനത്തെ വേർഷൻസ് ഒക്കെ ആകുമ്പം ഇപ്പോൾ ഡയറ്റ് വരെ എടുക്കുമ്പോൾ ഈ നട്ട്സും അതൊക്കെ പൊടിച്ചതൊക്കെ ആകുമ്പോൾ തന്നു വിടും. പക്ഷെ അത് ക്യാരി ചെയ്യാനുള്ള മടിക്ക് ഞാൻ ചില ദിവസങ്ങളിൽ എടുക്കാറില്ല. ഇതാകുമ്പോൾ എന്താ പറയുക, എവിടെയെങ്കിലും ബാഗിലിട്ടാൽ നമുക്കത് ഭയങ്കര വിസിബിൾ ആയിരിക്കും, പോർട്ടബിളും ആണല്ലോ. അപ്പോൾ ഇതിൽ ഒരു ക്യാപ്സ്യൂള് ലൈക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു മീൽ കഴിച്ചിട്ട് ഐദർ ലഞ്ച് ഓർ ഡിന്നർ നമ്മൾ കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് ലൈക്ക് ആ വെള്ളത്തിലിടുക, എന്നിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അഡൽട്സിന് അതിപ്പോൾ ലൈക്ക് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും 2 പേർക്ക് ഇത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1 month ആയി കഴിക്കണം ആക്ച്വലി. ലൈക്ക് എനിക്കിപ്പോഴേ, അതായത് മറ്റുള്ളവരെ കൂടുതൽ നമ്മളെ പറ്റി പറയണം കേട്ടോ, നല്ല ചേഞ്ച് ഉണ്ടല്ലോ സ്കിന്നിൽ, എന്താ ചെയ്യണമെന്നുള്ളത്. ശരിക്കും ഒരു 4 to 8 weeks ആകുമ്പോഴേക്കും നല്ല റിസൾട്ട് ഭയങ്കര എവിഡൻ്റ് ആയിരിക്കും കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2.25 മണിക്കൂറായിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ വീഡിയോ എടുക്കണ കാരണം മറന്നും പോയി. നമുക്കപ്പോൾ എന്തായാലും ഇത് ലൈക്ക് കഴിച്ചിട്ട് വരാം, നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് കണ്ടതുമായി, നിങ്ങളോട് പറഞ്ഞതും ഷെയർ ചെയ്തതുമായി, ഇനി നമുക്ക് കഴിച്ചിട്ടും വരാം. ഓക്കെ. അപ്പം സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ മാറാനായിട്ട് ലൈക്ക് ഇതിൽ കൊളാജൻ ബിൽഡറും കൂടി ഉള്ളതുകൊണ്ട് സ്കിന്നിൻ്റെ ടെക്സ്ചർ എന്താ പറയുക വളരെയധികം നന്നാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ശരിക്കും എൻ്റെ എനിക്കൊരു റിസൾട്ട് കിട്ടിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ബബ്ലി ആയിരിക്കും കേട്ടോ. അതായത് ലൈക്ക് സ്വെല്ലിങ് വരും എൻ്റെ ഫേസിൽ, ഇൻഫ്ലമേഷൻ, നീര്. അപ്പം ശരിക്കും നമ്മുടെ ബോഡിയിലെയും ഫേസിലെയും ആ ഒരു ഇൻഫ്ലമേഷൻ എല്ലാം മാറിയിട്ട് സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റൻ ആവാനും ഒരു യങ് ഫീൽ കിട്ടാനും ആക്ച്വലി അതും കൂടെ ലൈക്ക് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം, ഇപ്പം ഞാൻ അത് കുളിക്കുമ്പോൾ ലൈക്ക് ക്വാണ്ടിറ്റി വളരെ കുറവാണ്, കാരണം ഞാൻ അത്രയും ഇത് യൂസ് ചെയ്തു. 1 month ആയി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കും ഇത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ ഫോർ മോർ ഡീറ്റെയിൽസ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ബാക്കി നമ്മുടെ പെട്ടി അൺബോക്സിങ് ഞാൻ ഓടിപ്പോയി ഇതൊന്ന് കഴിച്ചിട്ട് വേഗം തിരിച്ചു വരാം. പെട്ടി അൺബോക്സിങ് ഇത് കുടിച്ചിട്ട് കാണിക്കാട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കുടിക്കാൻ. നമുക്ക് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കണ പോലെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഗതിയാണ്. അപ്പം അതും കഴിഞ്ഞു, കുശാലായി. ഇനി അപ്പം നമുക്ക് വീണ്ടും പെട്ടി അൺബോക്സിങ് അല്ലേ, ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. അപ്പോൾ ഇനി ശബ്ദം ഉണ്ടാക്കണ്ട, ഇത് നമ്മുടെ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. എല്ലാവരും ഉറങ്ങാണ്, അത് കാരണം ഇത്തവണ വലിയ ബഹളങ്ങളില്ല. സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു, ക്ഷമ ബാക്കിൽ അവർ കിടക്കുന്നുണ്ട് കേട്ടോ. കാണിക്കണ്ട, അവനെങ്ങാനും ചവിട്ടിയാലേ. ഇതാ ക്രിസ്മസും കൂടെ അല്ലേ, അപ്പം ഞാൻ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഭയങ്കര ഇഷ്ടം അവർക്ക് കളിക്കാനായിട്ട്. കുട്ടികൾ അടക്കിയിരുത്തുന്ന പോലെ നമ്മുടെ പാപ്പുനും പൂപ്പിക്കൊക്കെ ഇത് ഓരോന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വരും. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രൂഫ് കാണിച്ചു തരാം, വേണോ? കണ്ടോ, തരാം. ഹാപ്പി ക്രിസ്മസ് ആവട്ടെ, ക്രിസ്മസിന് തരും. ഓക്കെ ഗോ. ഇനി ഇത് ഒളിപ്പിക്കാൻ ഇല്ലെങ്കിൽ കണ്ടന്റ് എടുക്കാൻ പോകോ. ഓക്കെ, നമുക്കിനി ബാക്കി ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഇതാ, ഞാനൊരു ഡ്രസ്സ് മേടിച്ചതാണേ, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. ടോയ് ഇവിടെ ഇല്ല, ഞാൻ വിളിക്കാം, പൊക്കോളൂ. നൈസ് കോട്ട് സെറ്റ്. ഞാൻ കോട്ട് സെറ്റിൻ്റെ വലിയ ഫാനാ. ഇതാവുമ്പോൾ നന്നായിട്ട് കാറ്റിടങ്ങും. അപ്പോൾ ഭയങ്കര സുഖമാണ് കോട്ട് സെറ്റ്, ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം അങ്ങനെ ഒരു കോട്ട് സെറ്റ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വഴിയെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് കളർ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഞാനൊരു വാക്കിംഗ് ഷൂ മേടിച്ചിട്ടുണ്ട്. കണ്ണ് മഞ്ഞളിച്ച് പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്. ഇതാ ഒക്കെ ഇവിടെ ഇരിക്കട്ടെ. ഒക്കെ ഇവിടെ നിരത്തി ഇടാം. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, സോറി ഗൈസ്, ഒരു സ്ലിംഗ് ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാ. കണ്ടോ, നല്ല ഭംഗിയല്ലേ?
ഈ സ്ലിംഗ് ബാഗ്. അപ്പോൾ ഒരു സ്ലിംഗ് ബാഗ് മേടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ സ്കെച്ചേഴ്സിൻ്റെ, എൻ്റെ കയ്യിൽ ഒരു റെഡ് ഷൂ ഉണ്ടായിരുന്നില്ല, കുറച്ച് നാളായി ആഗ്രഹം. അപ്പോൾ സ്കെച്ചേഴ്സിൻ്റെ ഒരു ഷൂ മേടിച്ചിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് കാണിക്കാം കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ ഈ ഒരു പൗച്ചിലാക്കി കൊണ്ടുവന്നേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് മേടിച്ചതാട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ. അതുപോലെ തന്നെ കുറച്ച് മാലയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ലൈക്ക് എല്ലാം നമ്മുടെ സ്റ്റൈലിസ്റ്റ് കൊണ്ടുവരുമെങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കണ്ടേ. ആൻഡ് ഇത് ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചൊരു പെർഫ്യൂമാണ് കേട്ടോ. ബ്രാൻഡ് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം, ചോദിച്ചാൽ മതി. അടിപൊളി സ്മെല്ലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഞാൻ ഇത്തവണ പിടിച്ച് ഞാൻ പോയി മേടിച്ചു. അടുത്തത് ഞാൻ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാ. ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ, ഒരു കഫ്താൻ ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഒരു കഫ്താൻ പോലത്തെ ഒരു കഫ്താൻ ടൈപ്പാണ്. അതൊക്കെ വേറെ ചെയ്യുമ്പോഴേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇതിലൊരു വെറൈറ്റിക്ക് ഒരു എന്താ പറയുക, ചെറിയൊരു ടൈ ഒക്കെ വരുന്നുണ്ട്. ആൻഡ് നോട്ട് ദ പോയിന്റ്, ഇതൊന്നും ഫ്രീ അല്ല, ഇതൊന്നും ഓസിയും അല്ല, ഇതെല്ലാം കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതാ, കൊളാബല്ല. കാശൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതിൽ തന്നെ വെക്കാം അല്ലേ, പതുക്കെ. നെക്സ്റ്റ് വൺ, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതിൻ്റെ ഇടയിൽ കൂടെ ഒരു സൈഡ് ബിസിനസ്, ഒരു ടോയ് കൊടുത്ത് അമ്മയുടെ കയ്യിൽ കുട്ടികളൊക്കെ പാഴ്സൽ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ആ ടോയുടെ ഹാങ് ഓവർ ആയതുകൊണ്ട് എനിക്കിതൊക്കെ ഇട്ട് നോക്കാം. യെസ്, എപ്പടി ഞാൻ ജെൽ പോളിഷ് യൂസ് ചെയ്തു കേട്ടോ. ഇത്തവണ ഞാൻ ജെൽ പോളിഷ് ഇട്ടു. അപ്പോൾ നല്ല മാച്ചല്ലേ? എങ്ങനെയുണ്ട്? എൻ്റെ ഡ്രസ്സിന് മാച്ചാണല്ലേ ആക്ച്വലി. അപ്പോൾ ഇതും വാങ്ങി. ഇനി ഒരു ഡ്രസ്സും കൂടെ ഉള്ളൂ. അതിന് മുമ്പ് കുറച്ച് ജ്വല്ലറിയും കൂടെ ഉണ്ട്. അയ്യോ, ഇതൊക്കെ പോയി. ഇതൊരു മാലയായിരുന്നു. ഓക്കെ, 1 2 മോതിരം. അപ്പോൾ ഇത്രയും ജ്വല്ലറി, ഫൈനലി ഒരു ഡ്രസ്സും കൂടെ. ഇത്തവണ ഞാൻ ചോക്ലേറ്റ്സ് ഒന്നും മേടിച്ചിട്ടില്ല, കാരണം ഗുണ്ടൂസായി തുടങ്ങി എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത് കൊണ്ട് ഞാൻ തന്നെ എന്നെ സ്ട്രിക്റ്റ് ഡയറ്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം അത് കാരണം ഇതും കൊളാബല്ല കേട്ടോ. ടാഗ് നല്ലൊരു കോഡ് സെറ്റും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇട്ടൊന്നും കാണിച്ചിട്ടുണ്ടല്ലോ, വെറുതെ ഇങ്ങനെ വെച്ചാൽ പോരെ. മനസ്സിലാവുണ്ടോ? എണീറ്റ് നിൽക്കണോ? ഇങ്ങനെ വരും കോഡ് സെറ്റ്. ഓക്കെ, അപ്പോൾ കോഡ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സാധനം കൂടെ ഉണ്ട്, മറന്നു പോയി സാർ. ഒരു വാച്ചും കൂടെ. ഇഷ്ടമായോ? നല്ല അടിപൊളി വാച്ചല്ലേ? അപ്പോൾ ഇതെല്ലാം സൂൺ ഞാനിനി ഓരോ ഫങ്ഷനൊക്കെ ഇട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതൊക്കെ ശരിക്കും ഞാൻ പിന്നെ എടുത്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ദിസ് ഇസ് ഓൾ അബൌട്ട് മൈ ദുബായ് പെട്ടി അൺബോക്സിങ് വീഡിയോ. ഇതിൽ നിങ്ങൾക്ക് എന്തായിട്ട്, അയ്യോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഞാൻ ഓരോ ഫങ്ഷൻ ഇട്ടിട്ട് പതുക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടേക്ക് നോക്കരുത് കേട്ടോ, ഭയങ്കര വൃത്തിയാടായിരിക്കും. അപ്പോൾ ഇതെല്ലാം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ട് എന്നുള്ളത് അറിയാം. അതെല്ലാം വഴിയെ പറയാം. എന്താ പറയുക, സോ സീ യു സൂൺ.